രാജ്യസഭയിൽ കോൺഗ്രസ് എംപിയുടെ സീറ്റിൽ നിന്നും പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നോട്ടുകെട്ടുകൾ പിടിച്ചെടുത്തതായി രാജ്യസഭാ അധ്യക്ഷൻ. സംഭവത്തിൽ രാജ്യസഭാ ചെയർമാനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ചിട്ടുള്ള 222 നമ്പർ ഇരിപ്പിടത്തിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ഇന്നലെ സഭ പിരിഞ്ഞ ശേഷം നടത്തിയ പതിവ് പരിശോധനയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് എംപി മനു അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ച സീറ്റിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെടുത്തത്. ഇക്കാര്യം ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചതാണ്. സംഭവത്തിൽ അന്വേഷണത്തിന് താൻ നിർദ്ദേശം നൽകി. അന്വേഷണം തുടരുകയാണെന്നും ഇന്നു രാവിലെ സഭ സമ്മേളിച്ചപ്പോൾ ജഗ്ദീപ് ധൻകർ അറിയിച്ചു. ജഗ്ദീപിന്റെ പ്രസ്താവനയെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. അന്വേഷണം പൂർത്തിയാകുന്നതിനു മുൻപ് നിഗമനത്തിലെത്തുന്നത് ഉചിതമല്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ആരോപണങ്ങൾ മനു അഭിഷേക് സിംഗ്വി നിഷേധിച്ചു. തന്റെ കയ്യിൽ ആകെ 500 രൂപയുടെ ഒരു നോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് സിംഗ്വി പറഞ്ഞു. സംഭവത്തെപ്പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 12:57 സഭയിലെത്തിയത്. 1 മണിക്ക് സഭ പിരിഞ്ഞു. ഉച്ചയ്ക്ക് 1:30 വരെ അയോധ്യ MP അവധേഷ് പ്രസാദിനൊപ്പം പാർലമെന്റ് ക്യാന്റീനിലുണ്ടായിരുന്നു. 1:30 പാർലമെന്റിൽ നിന്നും പോയതെന്നും മനു അഭിഷേക് സിംഗ്വി കൂട്ടിച്ചേർത്തു. ഏതായാലും സംഭവം എന്താണെന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ്. തന്നെ കുടുക്കാൻ ആരെങ്കിലും ചെയ്തു വെച്ച ട്രാപ്പാണോ ഇതെന്ന സംശയവും നിലവിലുണ്ട്. അതേസമയം കോൺഗ്രസ് തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിന്ന്. ലോക്സഭയിലും രാജ്യസഭയിലും ഐക്യമില്ലാതായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. സമ്പൽ അദാനി വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് പിന്തുണയുമായി മുന്നണിയിലെ പ്രധാന കക്ഷികളൊന്നും രംഗത്തു വന്നിരുന്നില്ല. സമ്പൽ അദാനി വിഷയത്തിലായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. നടുത്തളത്തിലിറങ്ങി കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായില്ല. പാർലമെന്റിന് പുറത്ത് പിന്നീട് പ്രതിഷേധങ്ങൾ അരങ്ങേറിയപ്പോഴും തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടികൾ വിട്ടുനിന്നു. മോദിയും അദാനിയും ഒന്നാണെന്ന് രേഖപ്പെടുത്തിയ ജാക്കറ്റ് അണിഞ്ഞായിരുന്നു പ്രതിഷേധം. ഇരുസഭകളും തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിൽ കോൺഗ്രസിനെതിരെ ഇന്ത്യ സഖ്യ കക്ഷികൾ തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇടതു പാർട്ടികളും തൃണമൂൽ കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവുമാണ് രംഗത്ത് വന്നത്. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനങ്ങൾ കേന്ദ്ര സർക്കാരിനെ സങ്കീർണമായ പല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സഹായിക്കുമെന്നാണ് ഇടതു പാർട്ടികളുടെ നിലപാട്. അതുകൊണ്ട് ഈ രീതി മാറ്റണമെന്നും മറ്റു വഴികൾ തേടണമെന്നും കോൺഗ്രസിനോട് ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതെങ്കിലും വിഷയത്തിൽ സഭ തടസ്സപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിക്കാനായി ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ലെന്ന പരാതി NCPയും ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് MP-യുടെ സീറ്റിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ഇത് കോൺഗ്രസിന് വലിയ തലവേദന തീർക്കുമെന്നതിൽ സംശയം വേണ്ട.